അന്നേരം നമ്മുടെ വറ്റ തലക്കറി ഉണ്ടോ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഈ രീതിയിൽ അങ്ങോട്ട് ആയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് നമ്മുടെ വറ്റ തലക്കറി. അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി അടിപൊളി ഒരു വറ്റയുടെ തലയുടെ കറി വെക്കാനാണ്. ഇത് 2 കിലോ തൂക്കമുള്ള ഒരു വറ്റയുടെ തലയാണ്. ഇത് നല്ലപോലെ നമ്മൾ വെട്ടി കഴുകി റെഡിയാക്കി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടൊരു 5-8 കഷ്ണം ചുമന്നുള്ളി, 4-5 കഷ്ണം വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചത്, 2 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 2 അല്ലി കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുളിയൊക്കെ കൊണ്ട് ഇറങ്ങാൻ വേണ്ടി. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ വറ്റയുടെ തല നല്ല അടിപൊളിയായിട്ട് കറി അങ്ങോട്ട് വെക്കാം. എന്നാൽ നമ്മുടെ വറ്റത്തല കറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയൊക്കെ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അന്നേരം വെളിച്ചെണ്ണയൊക്കെ നല്ലൊരു ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടിട്ട് കൊടുക്കാം. അങ്ങനെ കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ ചുവന്നുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി വന്നെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അല്പം മഞ്ഞപ്പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് വാട്ടി കൊണ്ടെടുക്കണം. അന്നേരം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി എല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്കൊരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി നമ്മൾ 2.25 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ അവിടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ടൊരു അല്പം ഉലുവാപ്പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. അങ്ങനെ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന കുടംപുളിയും വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൂടെ ഇളക്കിയിട്ട് ഇനി നമുക്കിത് വെട്ടി അങ്ങോട്ട് തിളപ്പിക്കണം. ഉപ്പിട്ടിട്ടില്ല, ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൂടെ തിളക്കണം. എന്നിട്ട് വേണം നമ്മുടെ വറ്റയുടെ തലയും കൊണ്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കാം. നല്ലപോലെ അങ്ങോട്ട് തിളക്കട്ടെ. എന്നാൽ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ വെട്ടി അങ്ങോട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊണ്ട് കൊടുക്കാം. ഗ്രേവിയിലൊക്കെ ഒന്ന് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഇളക്കി കൂടെ കൊടുത്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കാം. ചെറിയ തീയിലിരുന്ന് അങ്ങോട്ട് വേഗം എന്നാലും നമ്മുടെ കറി നല്ലപോലെ കൊണ്ട് റെഡി ആയിട്ടുണ്ട് വരത്തും. ഉപ്പും പുളി എരിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് പിടിച്ച് വെന്തങ്ങോട്ട് വരണം. ഇനി നമുക്കിതങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കാം. അടച്ചു വെച്ച് ചെറിയ തീയിലിരുന്ന് അങ്ങോട്ട് വേഗം. എന്നാലും നമ്മൾ കറിയൊക്കെ വെച്ചത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ തലക്കറിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഉണ്ട് ചെക്ക് ചെയ്ത് നമുക്ക് നോക്കണം. അതിന് ഉപ്പൊക്കെ പാകത്തിന് തന്നെയുണ്ട്. ഉപ്പ്, പുളി, എരിവ് അല്പം കൂടുതലുണ്ട്. എന്നാലും എല്ലാം ഒന്ന് തണുത്ത് അതിൻ്റെ കഷ്ണത്തിലൊക്കെ ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേനും എരിയൊക്കെ പാകത്തിനാണ്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം കൊണ്ടൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തീയൊക്കെ കൊണ്ട് ഓഫ് ചെയ്ത് വെക്കണം. അത് ഏകദേശം നമ്മുടെ തലയെല്ലാം നല്ലൊരു വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. അന്നേരം നമ്മുടെ വറ്റ തലക്കറിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ വെന്ത് കുറുകി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ കൊണ്ട് ഓഫ് ചെയ്ത് വെക്കണം. തീയൊക്കെ കൊണ്ട് ഓഫ് ചെയ്ത് അല്പം കൂടെ കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകി നല്ലപോലെ സെറ്റാവും. ഇനി ഇതിൻ്റെ തലക്കഷ്ണത്തിലൊക്കെ ഉപ്പ്, എരിയും, പൊടിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് റെഡിയാവും. ഇത് ഒരു ദിവസം വെച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം ഇങ്ങനെയുള്ള കറികളൊക്കെ. നല്ല കറക്റ്റായിട്ട് ഉപ്പ്, എരിയും, പൊടിയൊക്കെ അങ്ങോട്ട് കഷ്ണത്തിലൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ട് നല്ല സെറ്റാവത്തും. എന്നാലും നമ്മുടെ അടിപൊളിയായിട്ടുള്ള വറ്റത്തലക്കറി ഇവിടെ റെഡിയാണ്. ഇത് നല്ല കപ്പയുടെ കൂടെയൊക്കെ ഇവിടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പുഴുങ്ങിയ കപ്പയോ അതുപോലെ തന്നെ വേവിച്ച കപ്പയോ ഇതിൻ്റെ കൂടെ ആണെന്ന് പറഞ്ഞാൽ കഴിക്കാൻ നല്ല സൂപ്പറാണ്. നമ്മുടെ അടിപൊളിയായിട്ടുള്ള വറ്റത്തലക്കറി ഇവിടെ റെഡിയാണ്. അന്നേരം നമ്മുടെ വറ്റത്തലക്കറി ഉണ്ടോ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഈ രീതിയിൽ അങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിക്കുകയാണ് നമ്മുടെ വറ്റത്തലക്കറി.